ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു പാത്രത്തിട്ടായിരിക്കും 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം 2-3 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാര പാനി തിളച്ച് വരുമ്പോൾ നമ്മുടെ കയ്യിലൊട്ടുന്ന ഒരു പരിവാവില്ലേ, അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു മണം വരുന്നവരെ നമുക്കത് വറുത്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അത് ചൂടാറിയ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം അതിലേക്ക് 1 പിഞ്ച് ഉപ്പും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ പൊടിയിലേക്ക് പാലൊഴിച്ച് കുഴച്ചെടുക്കാം. പാലിന് കണക്കൊന്നുമില്ല, നമ്മുടെ പൊടിയുടെ ഇതനുസരിച്ചിരിക്കും പാലിൻ്റെ അളവ്. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇതുപോലെ വേണം കുഴച്ചെടുക്കാൻ. അതിനുശേഷം അതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇതവിടെ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഉരുളകൾ അതിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കത് മാറ്റി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര പാനിലേക്ക് ഇതിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ ഗുലാബ് ജാമുൻ നല്ല സോക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.